കാഞ്ഞിരപ്പള്ളിയിലുള്ള ബ്യൂട്ടി കമ്പനി എന്ന സലൂണിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ആംബിയൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഒരു നേച്ചറുമായിട്ട് ടച്ച് ചെയ്തുള്ള ഒരു ഫീലാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് പോയത്. പിന്നെ ഓൾറെഡി അവിടെ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റാഫിനെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഹെയർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ ഓർത്താണ് വന്നത്. ഒരു മലേഷ്യക്കാരനായിരുന്നു. ഞാൻ അയാളുടെ ടീഷർട്ടിൽ നിന്നാണ് അത് വായിച്ചെടുത്തത്. അല്ലാണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പ് ഹെയർ കട്ട് ചെയ്തപ്പോൾ ലെയർ തന്നെയാണ് ചെയ്തത്. അന്നേരം എനിക്ക് ഒരുപാട് ഹെയർ കുറഞ്ഞു പോയായിരുന്നു. അപ്പോൾ ലെങ്ത് കുറഞ്ഞു പോലെയെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. വെട്ടി ഇവിടം വരെ എത്തി. ഏകദേശമൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. ഇനി അറിയാം എത്രത്തോളം കുറഞ്ഞു പോയി, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പം മിററിൽ നോക്കുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇരുന്നിരുന്ന് കുറേ നേരമായി. ഇത് കഴിയുന്നില്ലോ എൻ്റെ ശിവനെ. തലേ തൊട്ട് എനിക്ക് അപ്പം ഉറക്കം വരും. വന്ന ഉറക്കം വന്ന വഴി തന്നെ പോയി. പിന്നെ കുറേ നേരം അങ്ങനെ അങ്ങ് ഇരുന്നു. കഴിയാറായെന്ന് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി. എൻ്റെ ലുക്ക് കാണാനുള്ള ആകാംക്ഷയൊക്കെ കൂടി. ഹെയർ സെറ്റിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ചേരുന്ന സ്റ്റൈലിലൊക്കെ ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയായിരുന്നു ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. എന്നിട്ട് പെട്ടെന്ന് കഴിഞ്ഞാൽ മതി എന്നാണ് മനസ്സ് മുഴുവനും. അവസാനം ആ നിമിഷം വന്നെത്തി. ഹെയർ കട്ടിങ് കഴിഞ്ഞു, സെറ്റിങ് കഴിഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ ഏതാ ലുക്ക്, ഒരുപാട് ഇഷ്ടമായി. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, സ്ട്രെയിറ്റനിങ് എനിക്ക് അടിപൊളിയായിട്ട് ചേരും എന്നൊക്കെ തോന്നി. എനിക്ക് സ്ട്രെയിറ്റ് ചെയ്ത ഹെയർ ആണോ നല്ലത് അതോ കേൾ ഹെയർ ആണോ നല്ലതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് വേണം എനിക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊന്ന് തീരുമാനിക്കാൻ. ആഗ്രഹം പോലെ തന്നെ കാണുന്നവർക്കും തോന്നുമല്ലോ ഇയാൾക്ക് ഈ ലുക്കാണ് ചേരുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളും കൂടി അത് പറയുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ ലെവൽ എനർജി ആയിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഞാൻ അതിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.